ഹൈ ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നൈറ്റിലുള്ളൊരു റൂട്ടീൻ ആയിട്ടാട്ടോ ഇന്നത്തെ ദിവസം നമ്മൾ ഇന്നത്തെ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇക്ക വന്നു, ജോലിയെല്ലാം കഴിഞ്ഞ് ഇക്ക വന്ന് ഇവിടെ വന്ന് റെസ്റ്റ് എടുക്കണ ഒരു ടൈമിങ്ങിലാണ് ഞാൻ ഇന്ന് വ്ളോഗ് സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്. അപ്പം ഇക്ക മീനിനെയൊക്കെ ഒന്ന് നോക്കുവാണ് കേട്ടോ. ആ മീനിന് തീറ്റയൊക്കെ കൊടുത്ത് അതിൻ്റെ ഫുഡ് കാര്യങ്ങൾ അങ്ങനെയൊക്കെ ശ്രദ്ധിക്കണം. എനിക്കതറിയില്ല. അത് നമ്മൾ കറക്റ്റ് അളവ് കൊടുത്തില്ലെങ്കിൽ മീൻ ചത്തുപോകും. അപ്പോൾ ഇക്ക അതൊക്കെ നോക്കിക്കഴിഞ്ഞ് ഇക്ക ഇവിടെ ഒന്ന് കുറച്ച് റെസ്റ്റ് എടുത്തിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് നൈറ്റിൽ തുടങ്ങി രാവിലെ പിന്നെ നാളെ രാവിലെ മുതലുള്ള റൂട്ടീനാട്ടോ ഞാൻ ആരംഭിക്കുന്നത് ഇന്നത്തെ വ്ളോഗിൽ. അപ്പോൾ ഇന്നത്തെ വ്ളോഗിൽ ഉൾപ്പെടുത്തുന്ന കാര്യങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ മെയിനായിട്ടൊരു അൺബോക്സിംഗ് ഉണ്ട്, പിന്നെ ചെറിയ ചെറിയ വിശേഷങ്ങൾ. അപ്പോൾ അതിലേക്ക് നമുക്ക് പോകാം കേട്ടോ. സമയം രാവിലെ 5:45 അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയാണ്. മഴ പെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ കോമ്പൗണ്ടിലൊക്കെ വെള്ളം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്, റോഡൊക്കെ നിശബ്ദം. അപ്പോൾ അവിടെയൊന്നും ആരുമില്ല, മഴ ഇങ്ങനെ നന്നായിട്ട് പെയ്യുന്നുണ്ട്, ഇടയ്ക്കിടെ ഒരു വണ്ടിയൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ ഇക്ക എഴുന്നേറ്റിട്ടില്ല, ഇനി ഇക്കായെ വിളിച്ച് എഴുന്നേൽപ്പിക്കണം. അപ്പോൾ ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് ഇവിടുത്തെ വൈബൊക്കെ ഒന്ന് പിടിക്കാനായിട്ട് ഇറങ്ങിയതാട്ടോ. അങ്ങനെ വൈബൊക്കെ പിടിച്ച് ഒരു ചായയൊക്കെ ഇട്ട് കുടിച്ചിട്ട് വേണം ഇനി ഇക്കാനെ വിളിക്കാൻ. ഒരു ചായ ആദ്യം വെറും വെയിറ്റിൽ തൈറോയിഡിൻ്റെ ഗുളിക കഴിച്ചതിന് ശേഷം ഇക്കായെ വിളിച്ചു. അപ്പോൾ ഇക്ക എഴുന്നേറ്റ് ഇതേ കുളിച്ച് റെഡിയായി വന്ന് ചായ കുടിക്കുക കേട്ടോ. ഞാനും ഒരു ഗ്ലാസ് ചായ കുടിക്കുന്നുണ്ട്. അപ്പോൾ ഈ പുറത്ത് ചെറിയ മഴ പെയ്യുന്നതുകൊണ്ട് ഇക്ക വെയിറ്റ് ചെയ്യുകയാണ്. മറ്റേ ഇക്ക കുളിച്ച് റെഡിയായി ചായ കുടിച്ചാൽ പെട്ടെന്ന് സ്പീഡിൽ ഇറങ്ങി പോകാറുള്ളത്, കാരണം ലേറ്റായിട്ടാണ് ഇക്ക എന്നും പോകാറ്. അപ്പോൾ അതുകൊണ്ട് ഇപ്പം മഴ പെയ്യണതുകൊണ്ട് ഇക്ക ഇരിക്കുകയാണ് കേട്ടോ. ഇന്നലെ നൈറ്റിൽ തുടങ്ങി ചെറിയ ചാറ്റമഴ ഉണ്ടായിരുന്നു. അതിനുശേഷം പിന്നെ അതങ്ങ് നിന്നായിരുന്നു. അത് കഴിഞ്ഞു വെളുപ്പിന് നല്ല മഴയായിരുന്നു. അത് കഴിഞ്ഞ് ഇപ്പം വീണ്ടും ഇരുണ്ട് മൂടി, ആകാശമൊക്കെ ഇരുണ്ടും മൂടിയാണ്. ഒരു വൈബൊന്നും നമുക്ക് പിടിക്കാൻ പറ്റിയ ഒരു മൂടല്ല, കാരണം അത്രയ്ക്കും ഒരു ഇരുണ്ടാണ് കിടക്കുന്നത്, വെളിച്ചം വരുന്നില്ല. അപ്പോൾ ഇനിയിപ്പോൾ ഇക്ക പോയതിനു ശേഷം മണിയന് പാല് കൊടുക്കണം. മണിയൻ്റെ അടുത്ത് പോയിട്ടില്ല കേട്ടോ. മണിയന് പാലൊക്കെ അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇക്ക പോയതിന് ശേഷമാണ് ഇനി മണിയൻ്റെ അടുത്തേക്ക് ഞാൻ പോകുള്ളൂ. പോവാണോ? ഇറങ്ങിക്ക പോകാൻ വേണ്ടി ഇറങ്ങുകയാണ്. മഴയൊന്ന് ചെറുതായിട്ട് കുറഞ്ഞിട്ടുണ്ട്, അപ്പോൾ ഇറങ്ങി പോവുകയാണ്. അപ്പോൾ ഈ റോട്ടിലൊക്കെ നല്ല വെള്ളം ഒഴുകുന്നുണ്ട്. ഒരു കുട്ടീൻ്റെ സ്ലൈറ്റ്, നേരെ വീട്ടിലെ കുട്ടീൻ്റെ സ്ലൈറ്റ് അതിലേ പോകുന്നുണ്ട്. പിന്നെ റോട്ടിലൊന്നും ആരുമില്ല. കവല ജംഗ്ഷനിൽ ആരുമില്ല. മഴ പെയ്യുന്ന കാരണം മറ്റേ ജോലി സംബന്ധമായിട്ട് ആളുകൾ അവിടെ വന്ന് നിൽക്കാറുണ്ട്, പക്ഷേ വണ്ടിയിൽ കയറി പോകാനൊക്കെ ആയിട്ടേ. അപ്പോൾ ആരും നിൽക്കുന്നില്ല, മഴ കാരണം ആരും അവിടെ ഇല്ല. റോഡൊക്കെ നിശബ്ദതയാണ്. അപ്പോൾ ഇക്ക ചെറിയ മഴ ആയതുകൊണ്ടാണ് ഇക്ക കോട്ടിടാതെ ഇക്ക പോകാനായിട്ട് റെഡിയായി വണ്ടി കയറി ഇക്ക പോവാണ് കേട്ടോ. അപ്പോൾ ഇക്ക പോയതിന് ശേഷമാണ് ഇക്ക ഇവിടുന്ന് ഇറങ്ങിയപ്പോൾ കുറച്ചുകൂടി മഴ പെയ്യുന്നുണ്ട് കേട്ടോ. ചാറുന്ന മഴ കുറച്ചുകൂടി കൂടി ഗേറ്റ് തുറന്നിക്ക ഇറങ്ങുവാണ് കേട്ടോ. അപ്പോൾ ഇക്കടെ പാൻറ്റ് എന്തോ റെഡിയാക്കുവാണ് ഇക്ക. അപ്പോൾ ഇനി ഇക്ക പോയതിനു ശേഷം അടുത്ത വിശേഷങ്ങളിലേക്ക് പോവാം. ഇന്നത്തെ വിശേഷം എന്ന് പറയുമ്പോൾ ചെറിയ ചെറിയ വിശേഷങ്ങളാണ്. എനിക്ക് മെയിനായിട്ട് പല്ല് ഹോസ്പിറ്റലിൽ പോകാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ വേഗം ലഞ്ചിൻ്റെ കറികളൊക്കെ വേഗം റെഡിയാക്കി. ഒരുപാടൊന്നും ഞാനത് ആഡ് ചെയ്യണില്ല. ഒരു തോരനും, മത്തൻ്റെ ഇലയുടെ തോരനും, മീൻ വറുത്ത്, പിന്നെ രസം, കറിയുണ്ട്. അതൊക്കെ കൂട്ടി കഴിച്ച് പെട്ടെന്ന് ഇന്ന് ഉച്ച കഴിഞ്ഞാണ് പല്ല് ഹോസ്പിറ്റലിലേക്ക് നമുക്ക് കിട്ടിയേക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് പോകണം. ഇനി ഇപ്പോൾ ഇക്ക പോയതിനു ശേഷം നമുക്ക് ആദ്യം മണിയൻ്റെ അടുത്ത് പോയി മണിയന് പാല് കൊടുക്കാം. മണിയൻ്റെ അടുത്ത് വന്നു, മണിയന് പാല് കൊടുക്കാൻ വേണ്ടി വന്ന കേട്ടോ. ഇത് പാലെടുത്തുകൊണ്ട് വന്നു. പാലും പഴവും കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ വന്നേ. മണിയൻ പാല് കുടിക്കും കേട്ടോ. മണിയന് ഞാൻ രാവിലെ മണിയൻ കഴിക്കട്ടെ, പാല് കഴിക്കട്ടെ. മണിയന് പാലെന്നാ. മണിയൻ പാല് കുടിക്കണ കണ്ടോ നിങ്ങൾ? മണിയൻ പാല് കുടിക്കട്ടെ കേട്ടോ.
ഞാനിങ്ങനെ ആദ്യം സ്പില്ലറിലായിരുന്നു കൊടുത്തുകൊണ്ടിരുന്നത്, ഇപ്പം ഇങ്ങനെയാണ് കൊടുക്കണേ. അപ്പോൾ അവന് ഇച്ചിരി വലുതായല്ലോ. ഇങ്ങനെ കൊടുത്താൽ മതി, നമ്മളെ കടിക്കൊന്നുമില്ല. നമ്മളായിട്ട് നല്ല ഇണങ്ങിയതുകൊണ്ട് കടിക്കുവാണെങ്കിലാണ് നമുക്ക് പേടി കൈയിടാനൊക്കെ. ഇത് ഒന്നും ചെയ്യില്ല മണിയൻ പാവം കേട്ടോ. എന്നാ മണിയൻ്റെ പാലിട്ടോ. ഇനി എന്നാ പഴം. ഹായ്, അസ്സാം വലൈക്കും. അപ്പോൾ ഞങ്ങൾ ഈ വീഡിയോയിൽ വന്നിരിക്കുന്ന കാര്യം എന്താണെന്ന് പറയാം. നമ്മുടെ ഗിവ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഗിവ് എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. അതായത് അതിൽ പറഞ്ഞിരിക്കുന്ന റൂൾസ് കറക്റ്റായിട്ട് ഫോളോ ചെയ്യണം കേട്ടോ. അത് വളരെ കൃത്യമായിട്ട് എൻ്റെ ഹസ്ബൻഡ് അത് നോക്കുന്നതായിരിക്കും. കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെയല്ല ഗിവ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്നത് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നവരെ കറക്റ്റ് ഫോളോ ചെയ്തവരെ ആയിരിക്കും, റൂൾസ് പാലിച്ചവരെ. ഓക്കെ, ഇനി എനിക്കൊരു കാര്യം പറയാനുള്ളത്, എനിക്ക് ചാനൽ തുടങ്ങിയപ്പോൾ മുതൽ കട്ട സപ്പോർട്ടായിരുന്നു എൻ്റെ ഭീമ. എൻ്റെ അനിയത്തിയുടെ മോളാണ്. അതുപോലെ തന്നെ ഭീമയുടെ സിസ്റ്ററിലൂടെ മോള് ആമു വളരെ സപ്പോർട്ടാണ്. ഒരുപാട് സബ്സ്ക്രൈബേഴ്സിനെ കൂട്ടിത്തന്നു. അപ്പോൾ ഹായ് ആമു, താങ്ക്സ്. ഇങ്ങനെ എത്ര നന്ദി പറഞ്ഞാലും എനിക്ക് ഒരു താങ്ക്സിൽ തീരാവുന്നതല്ല. ആമുവിന് അത്രയ്ക്കും നല്ല സപ്പോർട്ടായിരുന്നു. കൊറിയർ എത്തിയിട്ടോ. ഒരു അൺബോക്സിലേക്ക് ഇനി കടക്കാം. അപ്പോൾ ഈ അൺബോക്സിൽ എന്ന് പറയുമ്പോൾ ഇവിടെ ഈ ഷോപ്പിൽ സ്റ്റിച്ച് ചെയ്തത് മാത്രമേ ഉള്ളൂ. ഞാൻ അവരോട് പലവട്ടം ചോദിച്ചു മെറ്റീരിയൽസ് ഉണ്ടോ എന്ന്. പക്ഷേ മെറ്റീരിയൽസ് ഇല്ല. സ്റ്റിച്ച് ചെയ്താണ്. കഫ്താൻ 3 മാക്സികളും കഫ്താനുമാണ് ഇപ്പോൾ അയച്ചിരിക്കുന്നത്. ഒരുപാട് താങ്ക്സ് അലോൺ, താങ്ക് യു സോ മച്ച്. അപ്പോൾ ഇത്രയും നല്ല ഒരു ഐറ്റം ഞാൻ ഒരിടത്തും ഇത്രയും നല്ല മോഡൽസുകൾ, ഡിസൈൻസുകൾ, കളറുകൾ ഒക്കെ ഞാൻ കണ്ടിട്ടില്ല. അത്രയ്ക്ക് നല്ലതാണ്, ഒന്നും പറയാനില്ല, ഒരു രക്ഷയുമില്ല. അടിപൊളിയാണ്. അവിടുത്തെ ഒന്നിനൊന്ന് മെച്ചമാണ് ഓരോന്നും. അപ്പോൾ നമുക്ക് താങ്ക്സ് അലോൺ ഹൃദയത്തിൽ തൊട്ട് അകമൊഴിഞ്ഞ താങ്ക്സ് ഞാൻ ഇതിൽ രേഖപ്പെടുത്തുകയാണ്. അപ്പോൾ നമുക്ക് അൺബോക്സിലേക്ക് പോകാട്ടോ. ഇത് 2 കഫ്താൻ 3 മാക്സികളും. കഫ്താൻ വലിയ സൈസാണ്, മാക്സികൾ എനിക്ക് സൂട്ടബിൾ ആവില്ല. അപ്പോൾ ഞാനത് ഗിഫ്റ്റായിട്ട് കൊടുക്കും. അല്ലാതെ ഇപ്പം നമുക്കതൊന്നും ചെയ്യാൻ പറ്റില്ല. അടിപൊളി. 2, 3, 4, 5. അപ്പോൾ ഇന്നത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ അങ്ങോട്ട് കഴിഞ്ഞു. ഇനിയിപ്പോൾ ഞാൻ ലഞ്ച് കഴിച്ചിട്ട് എനിക്ക് പല്ല് ഹോസ്പിറ്റലിലേക്ക് അത്യാവശ്യമായിട്ട് പോകണം. ഇന്ന് മത്തൻ്റെ ഇല തോരനും ഉണക്കമീൻ വറുത്തതും. രസം രാവിലെ ഞാൻ ഇക്കാക്ക് ലഞ്ചിന് കൊടുത്തു വിടാൻ തയ്യാറാക്കിയായിരുന്നു. അപ്പോൾ രസം ഉണ്ട്. അപ്പോൾ ഇത് ഞാൻ ആ റെസിപ്പി ഞാൻ ആഡ് രാവിലെ ഉണ്ടാക്കിയത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ തോരനും ഉണ്ടാക്കി കഴിച്ചിട്ട് ഞാൻ പെട്ടെന്ന് പോട്ടെ. നമ്മൾ പല്ല് ഹോസ്പിറ്റലിലെ കാര്യം നമുക്ക് സമയം അവർ തരും. ആ ടൈമിൽ പോയില്ലെങ്കിൽ ഒരുപാട് സമയം അവിടെ സ്പെൻഡ് ചെയ്യേണ്ടി വരും ടൈം. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ കറക്റ്റ് ടൈമിന് മുമ്പാണ് അവിടെ എത്താറുള്ളത്. അവരോട് ചോദിക്കും ഏത് ടൈമാണെന്ന്. അപ്പോൾ രാവിലെ ആണെങ്കിൽ അവർ ഉച്ചയ്ക്കാണെങ്കിൽ ഉച്ചയ്ക്ക് പറയും. നമ്മൾ ബുക്ക് ചെയ്യുക ചെയ്യാറ്. അപ്പോൾ പല്ലിന് വേണ്ടി ഒരുപാട് ദിവസങ്ങളായി ഞാൻ നടക്കുന്നു. വേദന വരുമ്പോൾ പിന്നെ 2 ആഴ്ചത്തെ ഗ്യാപ്പ് ഡോക്ടർ പറയും. ഇങ്ങനെയൊക്കെയാണ് സംഭവം. വേലയുടെ തോരൻ ഈ മീൻ ആയിന്ന് തോന്നുന്നു, മറച്ചിട്ട് കൊടുക്കാം. മത്തേല തോരനാട്ടോ. ൊക്കെ കഴിഞ്ഞു. ഇനി ലഞ്ച് കഴിക്കട്ടെ. ചെറുതായിട്ടൊന്ന് ലൈറ്റായിട്ട്, രാവിലെ ഒന്നും കഴിച്ചില്ല, അതുകൊണ്ട് ചെറുതായിട്ട് കഴിച്ചിട്ട് പല്ല് ഹോസ്പിറ്റലിലേക്ക് പോകാനായിട്ട് റെഡി ആവാൻ പോവാണ്. ഇനി പോട്ടെ കേട്ടോ. പോയിട്ട് അവിടെ എല്ലാ തിരക്കുകളും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞ് ഞാൻ പല്ല് ഹോസ്പിറ്റലിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ ആങ്ങളയുടെ ഒപ്പമാണ് ഞാൻ പോകുന്നത്. അവിടെ എത്ര സമയം സ്പെൻഡ് ചെയ്യേണ്ടി വരുമെന്ന് എനിക്കറിയില്ല. അത് കഴിഞ്ഞ് എനിക്ക് അനിയത്തിയുടെ വീട്ടിൽ പോകാനുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെന്ന് ഞാൻ വിശ്വസിക്കട്ടെ. ഇന്നത്തെ വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇതുവരെ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്തതുപോലെ ഇനിയും തുടർന്ന് സപ്പോർട്ട് ചെയ്യുക. എൻ്റെ ചാനൽ ഒരുപാട് പേര് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ട്. പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. അതുപോലെ ആ ലൈക്ക് ബട്ടൺ കൂടി നിങ്ങൾ പ്രസ് ചെയ്യണം. നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകളും രേഖപ്പെടുത്തണം കേട്ടോ. പിന്നെ എനിക്കൊരു കാര്യം പറയാനുള്ളത്, എൻ്റെ അനിയത്തിയുടെ മോള് ഭീമ
ഭീമ പി ദിലീപ് എന്നെ വളരെയധികം സപ്പോർട്ടിംഗ് ആയിരുന്നു. ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് കൂട്ടാനും എനിക്ക് അന്ന് മുതൽ ഇന്ന് വരെ വളരെയധികം എൻ്റെ മോള് സപ്പോർട്ടിൽ